ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മധ്യപ്രദേശ് സർക്കാരിന്റെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഭോപ്പാലിലെത്തും. മൂർഷിദാബാദിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറി, ഡിജിപി എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അമേരിക്ക. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ ഹൈദരാബാദിന് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. അംബേദ്കർ ജയന്തി ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം നിരവധി പദ്ധതികൾക്കും അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്. രാവിലെ ഹിസ്സാറിലെത്തുന്ന പ്രധാനമന്ത്രി ഹിസ്സാർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും ഹിസ്സാർ അയോധ്യ വിമാന സർവീസും ഉദ്ഘാടനം ചെയ്യും. യമുന നഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി പൊതുയോഗങ്ങളെയും അഭിസംബോധന ചെയ്യും. 8470 കോടി രൂപ ചിലവിൽ 233 ഏക്കറിൽ സ്ഥാപിക്കുന്ന 800 മെഗാവാട്ട് അത്യാധുനിക താപവൈദ്യുത നിലയം, ഗോബർധൻ പദ്ധതിയുടെ ഭാഗമായ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരത്മാല പരിയോജനയ്ക്ക് കീഴിലുള്ള റേവാരി ബൈപ്പാസ് പദ്ധതിയും അദ്ദേഹം നാടിന് സമർപ്പിക്കും. 14.4 കിലോമീറ്റർ ദൂരം വരുന്ന ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹി നർണൂൾ യാത്രാ ദൈർഘ്യം 1 മണിക്കൂർ കുറയും. മേഖലയിൽ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും ഇത് വഴി തുറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 134ാം ജന്മവാർഷികത്തിന്റെയും ഭാഗമായി ഇന്ന് പദയാത്ര സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പദയാത്ര തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് ആരംഭിച്ച് വെള്ളയമ്പലത്ത് സമാപിക്കും. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിക്കും. എല്ലാവർക്കും നീതി എന്ന ആശയത്തോടാണ് രാജ്യത്തിന്റെ പ്രതിബദ്ധതയെന്ന് നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സമകാലിക ഇന്ത്യയിൽ സമത്വവും നീതിയും എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കൊഹിമയിൽ നടന്ന സംസ്ഥാനതല മെഗാ ലീഗൽ സർവീസസ് ക്യാമ്പിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കറെ ശ്രീ മേഘ്വാൾ പ്രശംസിച്ചു. നാളെ ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുകയാണെന്നും സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാന സ്തംഭങ്ങളെന്നും മന്ത്രി പറഞ്ഞു. ഭോപ്പാലിൽ മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്തെ ക്ഷീരമേഖലയ്ക്ക് ഉണർവേകുന്ന വിവിധ പദ്ധതികൾക്ക് ചടങ്ങിൽ തുടക്കമാകും. പ്രത്യേക പങ്കാളിത്ത കരാറിലും സംസ്ഥാന സർക്കാർ ഭാഗമാകും. ക്ഷീര കർഷകരുടെ വരുമാനം, പാലുൽപാദനം എന്നിവ വർദ്ധിപ്പിക്കൽ, ക്ഷീരസമിതികളുടെ എണ്ണം 9000 ഉയർത്തൽ, പ്രതിദിന പാൽ സംഭരണം ഇരട്ടിയാക്കൽ എന്നിവയ്ക്ക് കരാർ വഴി തുറക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്ന് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികൾ കേന്ദ്രമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്യും. പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയുമായും ഡിജിപിയുമായും വീഡിയോ കോൺഫറൻസ് മുഖേന ചർച്ച നടത്തി. 150ലധികം പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് ബിഎസ്എഫിന്റെ സഹായം തേടുന്നുണ്ടെന്നും പശ്ചിമബംഗാൾ ഡിജിപി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം 5 കമ്പനി ബിഎസ്എഫ് സൈനികരെ കൂടി വിന്യസിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 3 പേർ മരിച്ചു. ഏപ്രിൽ 4-ന് അവസാനിച്ച ആഴ്ചയിൽ രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം $676.2 ബില്യൺ ലെത്തി. $10.8 ബില്യൺ വർധന. റിസർവ് ബാങ്കിന്റെ വാരാന്ത്യ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചയിൽ വിദേശ കറൻസി ആസ്തി $9.07 ബില്യൺ ലധികം വർദ്ധിച്ച് $574 ബില്യൺ ലെത്തി. സ്വർണത്തിന്റെ കരുതൽ ശേഖരം $1.56 ബില്യൺ വർദ്ധിച്ച് $79.36 ബില്യൺ ആയി. 2026ലെ പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. അടുത്ത വർഷം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ഈ വർഷം ജൂലൈ 31 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ മാസം 15-ന് നാമനിർദ്ദേശ പ്രക്രിയ ആരംഭിച്ചു. പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തലത്തിൽ ചെറിയ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ആരംഭിക്കണമെന്നും ക്രമേണ അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി MB രാജേഷ് സന്നിഹിതനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ മക്രേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സോപാന സംഗീത മ്യൂസിയവും ഊട്ടുപുരയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,86,00,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഊട്ടുപുര, മ്യൂസിയം കെട്ടിടം, സോപാന സംഗീത മ്യൂസിയം, ടോയ്ലറ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, ചുറ്റമ്പലം ടൈൽ പാകൽ, കുളം നവീകരണം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംഗീതജ്ഞൻ V. ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിന് ലഭിച്ച മെമന്റോകളും മറ്റ് പുരസ്കാരങ്ങളും സൂക്ഷിച്ച മ്യൂസിയവും മക്രേരി ക്ഷേത്രത്തിലുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. തുടർന്ന് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി ധർമ്മടം മണ്ഡലത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. വൈകിട്ട് പാനുണ്ടയിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹം തുടർന്ന് കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യും. രാത്രി 7-ന് പിണറായിയിൽ നടന്നുവരുന്ന പിണറായി പെരുമയുടെ സമാപന സമ്മേളനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൌൺഷിപ്പിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതുക്കിയ ന്യായവില പ്രകാരമുള്ള അധിക നഷ്ടപരിഹാരമായ 17.77 കോടി രൂപ കോടതിയിൽ കെട്ടിവച്ചാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൌൺഷിപ്പിനുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 26 കോടി രൂപ കെട്ടിവച്ചിരുന്നു. ഇന്ന് ഓശാന ഞായർ. കഴുതപ്പുറത്തേറി യേശുക്രിസ്തു നടത്തിയ ജെറുസലേം പ്രവേശനത്തെ ക്രൈസ്തവ മതവിശ്വാസികൾ ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിവസമാണ് ഓശാന. പ്രധാന ദിവസങ്ങളിലൊന്നായ ഓശാനയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണമടക്കമുള്ള പ്രത്യേക ചടങ്ങുകൾ നടന്നു. കാൽവരിയിലേക്കുള്ള സഹനയാത്രയുടെ ഓർമ്മകൾ ഉണർത്തി കുരിശിന്റെ വഴിയും പള്ളികളിൽ ഇന്ന് നടക്കും. യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന വിശുദ്ധ വാരത്തിനും ഓശാനയോടെ തുടക്കമാകും. മേട വിഷുദിനത്തിൽ പുലർച്ചെ 4 മണിക്ക് ശബരിമല നട തുറക്കും. 4 മണി മുതൽ ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിന് അവസരമുണ്ട്. വിഷുക്കണി ദർശനം രാവിലെ 7 മണി വരെ ഉണ്ടാകും. കണി ദർശനത്തിനു ശേഷം മാത്രമേ അഭിഷേകം ഉണ്ടായിരിക്കൂ. സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന സെമി കണ്ടക്ടർ, റോളാർ സെല്ലുകൾ, മെമ്മറി കാർഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഘടകഭാഗങ്ങൾക്കും ഇളവുകൾ ബാധകമാണ്. ചൈനയിൽ ഐഫോൺ നിർമ്മിക്കുന്ന ആപ്പിൾ പോലുള്ള കമ്പനികൾക്ക് തീരുമാനം സഹായകമാകും. ഇതോടെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച 10% ആഗോള തീരുവയിൽ നിന്നും 145% ചൈനീസ് തീരുവയിൽ നിന്നും സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും ഒഴിവാക്കപ്പെടും. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഉജ്ജ്വല വിജയം. പഞ്ചാബ് നേടിയ 246 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് മറികടന്നു. 55 പന്തിൽ 141 റൺ നേടിയ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറിയാണ് ഹൈദരാബാദിനെ വിജയത്തിലെത്തിച്ചത്. ഇന്ന് വൈകിട്ട് 3:30-ന് രാജസ്ഥാൻ ബംഗളൂരുവിനെയും രാത്രി 7:30-ന് ഡൽഹി മുംബൈയെയും നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്. അധിക സമയത്തിലേക്ക് നീണ്ട കലാശപ്പോരിൽ ബംഗളൂരു FCയെ 1-2 ഗോളിന് തോൽപ്പിച്ചാണ് ബഗാൻ കിരീടം നേടിയത്. നേരത്തെ ISL ഷീൽഡും ബഗാൻ നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മധ്യപ്രദേശ് സർക്കാരിന്റെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഭോപ്പാലിലെത്തും. മൂർഷിദാബാദിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറി, DGP എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അമേരിക്ക. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്. IPL ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ ഹൈദരാബാദിന് ഉജ്ജ്വല വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.